വയനാട് മാനന്തവാടി ആശുപത്രിയിൽ സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും നൽകിയിരുന്നു. ഓരോ ഘട്ടത്തിലും, അതായത് BP ബോർഡർ ലൈനിലാണ്, സാച്ചുറേഷൻ ഫോൾ 64 എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഈ സംഭവമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ഈ സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്ത് റിബ്സ്, വാരിയലുകൾ, മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായിരുന്നു, ലങ്സിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എക്സ്പേർട്ട് ടീമും അതോടൊപ്പം മാനന്തവാടിയിൽ സർജന്മാരുൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സർജറി സാധ്യമാണോ എന്നുള്ളത് നോക്കിയിരുന്നു. ലിവർ ഇഞ്ചുറി, ലിവർ ബ്ലീഡിംഗ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് CT സ്കാൻ അപ്പോൾ ചെയ്തത്. അപ്പോൾ അതുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അവിടെ സർജറി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി, അതായത് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടേഴ്സാണ് അത് നിശ്ചയിക്കുന്നതിന് എന്ത് വേണം എന്നുള്ളത് കാരണം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ വിദഗ്ധാഭിപ്രായത്തിനാണല്ലോ പ്രാധാന്യം. അപ്പോൾ ഡോക്ടർമാരാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയേണ്ടിയിരുന്നത്. ആ സമയത്ത് അവിടെ മാനന്തവാടി ആശുപത്രിയിലേക്കുള്ള അവിടെ ഉള്ള ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അവർ സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു, സ്റ്റെബിലൈസ് ചെയ്തു. അതിനുശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു തിയേറ്റർ ആവശ്യമെങ്കിൽ OT ടേബിൾ ഒഴിച്ചിട്ടിട്ടാണ് ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഓരോ മിനിറ്റും അവിടുത്തെ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രാജേഷ് ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം മാനന്തവാടി ആശുപത്രിയിലെ ഡോക്ടേഴ്സുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ബാക്കി ഇത് വക്കാൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിന്റെ റിപ്പോർട്ടുകൾ വരട്ടെ. സർജറി നടത്താൻ വേണ്ടി നടത്തുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നടത്താതെ 2 മണിക്കൂറോളം സമയം വൈകിച്ചു. അതാണ് അല്ല, ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഈ ഒരു സംഭവം ഉണ്ടായി ഇവിടെ നിന്ന് വയനാട് നിന്ന് എന്റെ അടുത്ത് പറയുമ്പോൾ 10 മണിയോട് അടുപ്പിച്ചാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ആ സമയം മുതൽ ഓരോ 10 മിനിറ്റ് അകത്തുള്ള ഡോക്ടേഴ്സുമായിട്ട് മാത്രമേ, DMO, അതുപോലെ DPM, പിന്നെ ആശുപത്രി സൂപ്രണ്ട്, മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ടീമിനെ ഡോക്ടർ രാജേഷിനെ ഞാൻ തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഡോക്ടർ അന്നേരം തിയേറ്ററിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അദ്ദേഹം ഒരു പ്രത്യേക ടീമിനെ അന്നേരം തന്നെ സജ്ജമാക്കി അദ്ദേഹം തന്നെ ഇവരുമായിട്ട് ആശയവിനിമയം നടത്തി. സ്കാൻ റിസൾട്ട്സും മുഴുവൻ കാര്യങ്ങളും ആശയവിനിമയം നടത്തിയിട്ടാണ് ഡോക്ടേഴ്സിന്റെ അഭിപ്രായത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഘട്ടത്തിൽ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അവർ ആ ഘട്ടത്തിൽ ഒരു സർജറി അവസാനം എന്നോടും പറഞ്ഞിരുന്നു, ഇപ്പോൾ സർജറി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സർജറി ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അവർ CT വീണ്ടും സ്കാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ അപ്പോൾ സർജറി ആവശ്യമില്ല, സ്റ്റെബിലൈസ്ഡ് ആണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ഡോക്ടേഴ്സ് അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോടേക്ക് മാറ്റിയത്. ഏതായാലും ഇതെല്ലാം വാക്കാൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് റിപ്പോർട്ട് വിശദമായി വരട്ടെ, പരിശോധിക്കും. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും പരിശോധിക്കും. അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണല്ലോ, വളരെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ സാധ്യമായിട്ടുള്ളതെല്ലാം അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത് ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ചെയ്യണം, ഒരു ടീം അവിടേക്ക് പോകുന്നതാണോ എളുപ്പം, അതല്ല എന്താണ് ചെയ്യേണ്ടത്, സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഈ റിപ്പോർട്ടുകൾ എന്തായാലും വരട്ടെ, അത് വിശദമായി പരിശോധിക്കും.